നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഡൽഹിയിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ പൊതുജനങ്ങൾക്ക് പോലും തടയാൻ സാധിക്കാത്ത നിലയിൽ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. തീഹാർ ജയിലിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളാണ് ഡൽഹി കോൺഗ്രസ് കമ്മിറ്റിയെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുമായി സഖ്യം ഉണ്ടാക്കിയതിനു ശേഷം ഒരുപാട് പൊട്ടിത്തെറികളാണ് ഉണ്ടാകുന്നത്. ഈ സഖ്യം ഉണ്ടാക്കിയതിന് പിന്നാലെ ഇപ്പോൾ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോയ MLA-മാരായ നസീബ് സിംഗും നീരജ് ബാസുവും രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത്രനാളും കോൺഗ്രസിനെ ശക്തമായി വിമർശിച്ച പാർട്ടിക്കാരുമായി ഇപ്പോൾ സഖ്യം ഉണ്ടാക്കിയത് എന്തിനാണെന്നും പാർട്ടിയിലെ സാധാരണക്കാരായ പ്രവർത്തകർക്ക് ഒരിക്കലും ഈ തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഇരുവരും പറഞ്ഞു. ഡൽഹിയിൽ ഷീല ദീക്ഷിതിന്റെ സർക്കാരിനെതിരെയും കേന്ദ്രത്തിലെ UPA സർക്കാരിനെതിരെയും തുടർച്ചയായി വ്യാജ പ്രചരണം നടത്തിയവരാണ് ആം ആദ്മി എന്നത് മറന്നു പോകരുതെന്നും ഇരുവരും അടിവരയിട്ട് ഓർമ്മിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനയ്യ കുമാറിന്റെയും ഉദിത് രാജിന്റെയും സ്ഥാനാർത്ഥിത്വത്തിനെതിരെയും നാസിബ് സിംഗും നീരജ് ബാസുവും വിമർശനം ഉന്നയിച്ചു. കോൺഗ്രസ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരല്ല ഇവരെന്നും നസീബും നീരജും ആരോപിക്കുന്നു. ഷീല ദീക്ഷിത് സർക്കാരിന്റെ ഭാഗമായിരുന്ന 35ഓളം വരുന്ന മുതിർന്ന നേതാക്കൾ ആം ആദ്മിയുമായി സഖ്യം ഉണ്ടാക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനത്തെ ശക്തമായി തന്നെ എതിർത്തവരാണ്. ഞങ്ങൾക്കെതിരെ അങ്ങേയറ്റം മോശം ഭാഷ ഉപയോഗിച്ച് സംസാരിച്ചത് എന്ന പാർട്ടിയാണ് അവരുടേത്. ഷീല ദീക്ഷിതിനെയും സോണിയാഗാന്ധിയെയും ജയിലിൽ അയക്കുമെന്ന് പ്രതിജ്ഞ എടുത്തവരാണ് അവർ. രാജീവ് ഗാന്ധിക്ക് ഭാരത് രത്ന നൽകിയ ഒഴിവാക്കണമെന്ന് പോലും ഇക്കൂട്ടർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഞങ്ങൾ പറയുന്നതൊന്നും കേൾക്കാതെയാണ് ഹൈക്കമാൻഡ് സഖ്യത്തിൽ ഏർപ്പെടാൻ തീരുമാനമെടുത്തത്. കനയ്യ കുമാറും ഉദിത് രാജും കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരല്ല. ഇത്രനാൾ കോൺഗ്രസിനെതിരെ മോശം ഭാഷ ഉപയോഗിച്ച ഒരാൾക്ക് വേണ്ടി പ്രചരണം നടത്തണമെന്നാണ് പ്രവർത്തകരോട് പാർട്ടി ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. സോണിയാഗാന്ധി നേതൃസ്ഥാനം വിട്ടതിനു ശേഷം പാർട്ടിക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് മനസ്സിലാക്കാൻ ഞങ്ങൾക്കാർക്കും സാധിക്കുന്നില്ല. തീഹാർ ജയിലിൽ കിടന്നുകൊണ്ട് അരവിന്ദ് കെജ്രിവാളാണ് ഇപ്പോൾ ഡൽഹി കോൺഗ്രസ് കമ്മിറ്റിയെ നയിക്കുന്നത്. അധികാരമോഹത്തിൽ അധപ്പതിക്കുന്ന പാർട്ടിയായി ഇന്ന് കോൺഗ്രസ് മാറി. ആം ആദ്മിയുമായി സഖ്യം ഉണ്ടാക്കിയത് എന്തുകൊണ്ടും തെറ്റായ തീരുമാനം മാത്രമാണ്. മല്ലികാർജുൻ ഖാർഗെക്ക് അയച്ച കത്തിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കേജ്രിവാൾ അഴിമതിക്കാരനാണെന്ന് കഴിഞ്ഞ് 10 വർഷമായി വിളിച്ചു പറയുന്നവരാണ് ഞങ്ങൾ. എന്നിട്ടും ഈ സഖ്യത്തിന്റെ പേരിൽ എന്തിനിത്ര ന്യായീകരണമാണ് നിങ്ങൾ നൽകുന്നത്?